നമസ്കാരം. ഞാൻ സലിൻ മാങ്കുഴി. മലയാളത്തിലെ പുതിയ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരൻ വി ഷിനിലാലിൻ്റെ ഏറ്റവും പുതിയ നോവൽ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ലോക്കപ്പ് എന്ന കൃതിയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്, പരിചയപ്പെടുത്തുന്നത്. ഷിനിലാൽ എന്ന എഴുത്തുകാരനെ നമുക്കറിയാം. ചെറുകഥയ്ക്കും നോവലിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടർച്ചയായ 2 വർഷങ്ങളിൽ നേടിയ ഈ എഴുത്തുകാരൻ തൻ്റെ ഓരോ കൃതിയിലും വളരെയധികം വ്യത്യസ്തമായ പ്രമേയവും പരിചരണവും ഭാഷയും ക്രാഫ്റ്റുമൊക്കെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകതയായി പറയാനുള്ളത്. എഴുത്തു തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ തന്നെ അനുകരിക്കുകയോ ആവർത്തിക്കുകയോ ചെയ്യാതിരിക്കാൻ കഥയിലും നോവലിനും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. പൂർണ്ണമായും അത് വിജയിക്കുന്നുമുണ്ട്. ഒന്നുപോലെ മറ്റൊന്നില്ലാത്ത കഥകൾ എഴുതിയ, ഒന്നുപോലെ മറ്റൊന്നില്ലാത്ത നോവലുകൾ എഴുതിയ എഴുത്തുകാരനെന്ന് ഇദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ നമുക്ക് അഭിമാനത്തോടെ വിശേഷിപ്പിക്കാം. ഷിനിലാലിൻ്റെ ആദ്യ നോവൽ ഉടൽ ഭൗതികമാണ്. അതിനെ തുടർന്ന് സമ്പർക്ക ക്രാന്തി, 124, അടി, ഇരു എന്നീ നോവലുകളും നമ്മൾ ഈ പ്രതിപാദിക്കുന്ന ലോക്കപ്പ് ഉൾപ്പെടെ ഉള്ള നോവലുകൾ ആണ് ഇദ്ദേഹത്തിൻ്റേതായുള്ള. കഥാസമാഹാരം നരോദ പാട്ടിയിൽ നിന്നുള്ള ബസ്, ബുദ്ധപദം, ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര, ചോല എന്നിവയാണ്. ബാലസാഹിത്യ കൃതിയായി ഇദ്ദേഹത്തിൻ്റേതായി വന്നിട്ടുള്ളത് ഡാലി അമ്മുമ്മയുടെ പുഴ. ലോക്കപ്പ് എന്നുള്ളത് 2 തരത്തിൽ വായിക്കാം. വളരെ വായനാസുഖമുള്ള, ത്രസിപ്പിക്കുന്ന, തുടങ്ങിയാൽ അവസാനിക്കുന്നത് വരെ തുടർച്ചയായി വായിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു നോവൽ എന്നുള്ള നിലയിൽ വായിക്കുന്നവർക്ക് വളരെയധികം ഇത് ഇഷ്ടപ്പെടാം. അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി ഇതിനകത്ത് ഷിനിലാൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അതിനോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഒരവസ്ഥയുണ്ട്. ഒപ്പം തന്നെ ഭരണകൂടം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതെന്നും ഭരണകൂടം എങ്ങനെയാണ് ഭീകരമാകുന്നതെന്നും വ്യവസ്ഥകൾ എങ്ങനെയാണ് ജനസഞ്ചയത്തെ അടക്കി ഭരിക്കുന്നതെന്നൊക്കെ ഈ നോവലിലൂടെ വളരെ കൃത്യതയോടുകൂടി ഈ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നു. നോവലിൻ്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അത് ഒരു പക്ഷേ നോവലിൻ്റെ അന്തസത്ത എന്ന് തന്നെ പറയാൻ പറ്റുന്ന, ഇതിലെ ഒരു മുഖ്യ കഥാപാത്രമായ അമിത്തിൻ്റെ ഒരു മനോവ്യാപാരമാണ് ഇതിനകത്തുള്ളത്. പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് എനിക്കുള്ളത്. അഥവാ പ്രശ്നങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഞാൻ തന്നെ സ്വന്തമായിട്ടൊരു പ്രശ്നമങ്ങ് ക്രിയേറ്റ് ചെയ്യും. ബാക്കി കാര്യങ്ങൾ ചുറ്റുപാടുമുള്ളവരും നാട്ടുകാരും ഒക്കെ ചേർന്ന് നോക്കിക്കൊള്ളും. അതിനുവേണ്ടി സുസജ്ജമായ ഒരു ഭരണകൂടവും വ്യവസ്ഥയും നമുക്ക് ചുറ്റും ഉണ്ടാവും. നമ്മളുണ്ടാക്കിയ ആ പ്രശ്നം നമ്മളെ തന്നെ ചുറ്റി വരും. അവസാനം അതിൽ നിന്ന് നൂഴ്ന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും നമ്മൾ ധാരാളം പുതിയ അറിവും അനുഭവവും നേടിയിട്ടുണ്ടാവും. അഥവാ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി തീർന്നിട്ടുണ്ടാവും. ഈ വാചകം ഈ നോവലിൻ്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാം, കേന്ദ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാം. നോവൽ കൈകാര്യം ചെയ്യുന്ന പ്രമേയത്തിൻ്റെ ഒരു നട്ഷല്ലെന്ന് വിശേഷിപ്പിക്കാം. ഇത് വിചിത്രമായ ഒരാഗ്രഹമുള്ളൊരു മനുഷ്യൻ, അമിത് എന്ന് പറയുന്നൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ, ഫ്ലാറ്റ് ഉയരത്തിലുള്ള നിലകളിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ നിലത്ത് ചവിട്ടുന്നതിന് വേണ്ടിയിട്ടും അതിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും വിചിത്രമായ ഒരു വഴി തിരഞ്ഞെടുക്കുന്നതിൻ്റെ കൂടി കഥയാണ്. അമിത് നാട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിനൊരു ആഗ്രഹം, നാട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം സുഹൃത്തായ പോലീസ് ഇൻസ്പെക്ടറായ സലീമിനോട് തൻ്റെ ആഗ്രഹം പറയുന്നു. സലീം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അമിത്തിനൊരു ആഗ്രഹം. വളരെ സാധാരണക്കാരനായി
ഒരു രാത്രി ഒരു ലോക്കപ്പിൽ കിടക്കണം, പോലീസ് സ്റ്റേഷനിൽ കിടക്കണമെന്നുള്ളത്. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ സുഹൃത്തായിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാരമായി സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊരാഗ്രഹമാണ്. സലീം പറഞ്ഞു, എഗ്രീഡ്, സംഘടിപ്പിക്കാം, നമുക്ക് ശരിയാക്കാം. അങ്ങനെ വിമാനത്തിൽ വന്നിറങ്ങി ആകാശത്തോളം ഉയരത്തിൽ താമസിക്കുന്ന ആൾ ആകാശത്തിലൂടെ പറന്ന് നിലത്തിറങ്ങി വീണ്ടും അങ്ങേറ്റം യഥാർത്ഥമായ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയാനായിട്ട് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ്. ലോക്കപ്പിൽ കിടക്കാൻ, സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ആയി കിടക്കാനായിട്ട് വരികയാണ്. അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തുന്നു, ലോക്കപ്പിലൊക്കെ ആകുന്നു. ഈ സമയം ഈ കൂട്ടുകാരനായ സലീം എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് പോവുകയാണ് ഡ്യൂട്ടിയുടെ ഭാഗമായി. അവിടെ മുതലാണ് ഈ ഭരണകൂടമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ടല്ലോ, അതിൻ്റെ അസാധാരണമായ ശക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാണാച്ചരടുകളെക്കുറിച്ചും കുരുക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അതിലൊരു വാചകമുണ്ട്, സലീം പോലീസുകാരനാണ്, എന്നാൽ പോലീസ് എന്ന് പറയുന്നതല്ല സലീമെന്ന്. അത് വായിക്കുമ്പോൾ നമുക്കത് കൗതുകത്തോടു കൂടി വായിക്കാമെങ്കിൽ പോലും അതിൻ്റെ അർത്ഥം അതിഗൗരവമുള്ളതാണ്. ഒരു വ്യക്തി പോലീസുകാരനാവാം, പക്ഷെ പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഒരിക്കലും ഒരു വ്യക്തിയിൽ നിൽക്കുന്നതല്ല, ചുരുങ്ങുന്നതല്ല, ഒതുങ്ങുന്നതല്ല. അതൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നത് ഭരണകൂടമാണ്. ഭരണകൂടവും നിയമവ്യവസ്ഥയും കൂടി ചേരുമ്പോഴുണ്ടാകുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലളിതമായി സമീപിക്കാനോ കളിക്കാനോ കേവലമായ അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന് കയറാനോ ഉള്ള ഒരിടമല്ല എന്നാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്തായാലും ലോക്കപ്പിൽ ആഗ്രഹിച്ചതുപോലെ നായകൻ നമ്മുടെ അമിത് കിടക്കുകയാണ്. കൂട്ടുകാരൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ജീപ്പിൽ കയറി എന്തോ ഒരു കേസിന് സ്വാഭാവികമായി പോയതാണ്. പക്ഷേ ആ യാത്രയിൽ വെച്ച് സലീം ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുന്നു. മരിച്ചതോടുകൂടി ചിത്രം മാറുന്നു. ഈ ലോക്കപ്പിൽ കിടക്കുന്ന അമിത് എങ്ങനെ അതിനകത്ത് വന്നു എന്നുള്ള ചോദ്യമുണ്ടാകുന്നൊരു സാഹചര്യം അതിനകത്ത് വന്നപ്പോൾ അയാൾ ഒരു ഡ്രഗ്സ് കേസിൽ പെട്ടതാണെന്നും അയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുത്ത ഡ്രഗ്സ് തൊണ്ടിയായി അകത്ത് സൂക്ഷിച്ചിട്ടുള്ളതുമൊക്കെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസുകാർ തെളിവ് നിരത്തി ഇയാൾക്ക് പുറത്തു വരാൻ കഴിയാത്ത തരത്തിൽ അകത്താക്കുകയാണ്. അകത്താവുക എന്ന് പറഞ്ഞാൽ ജയിലിലാവുകയാണ്. പോലീസ് സ്റ്റേഷൻ്റെ അനുഭവത്തിന് വേണ്ടി പോയ ആൾ ജയിലിലെ അനുഭവം അത്ര എളുപ്പവും അല്ലെങ്കിൽ ഈ പുറത്തു നിന്ന് ചിന്തിച്ചതുപോലെയുള്ളതോ അല്ലായിരുന്നു. ഇയാൾക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ആവാസ വ്യവസ്ഥ, ഒരു ക്രമം, ഒരു ഭരണം, ഒരു ഭരണഘടന ഒക്കെയുള്ള വേറൊരു അകം ലോകം ഇയാൾ പെടുകയാണ്. അതായത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ബോധ്യമില്ലാതെ ജീവിക്കുന്ന ഒരാൾ, ഉയരത്തിലുള്ള നിലയിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരാൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുടെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അകത്തെ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ള ഇദ്ദേഹം തിരിച്ചറിയുന്നു എന്നുകൂടി ഇതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. നമ്മൾ ഈ പുറമേ ജീവിച്ചു പോകുന്ന ആളുകളല്ല. AC കാറിലും വലിയ ഫ്ലാറ്റിലും കോർപ്പറേറ്റ് കമ്പനികളിലുമൊക്കെ ജീവിച്ചു പോകുന്ന മനുഷ്യരുടെ ഒരു ഇന്ത്യയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ അസൗകര്യങ്ങളും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദൈനംദിനം അനുഭവിക്കുന്ന, ലോക്കപ്പിനും ജയിലിനും തുല്യമായ അസ്വാതന്ത്ര്യങ്ങളുടെ കൂടി ഒരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ബഹുഭൂരിപക്ഷവും. അവരെ നിരന്തരം നിയന്ത്രിക്കുന്ന ഭരണകൂടം തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു എന്നുള്ളൊരു സൂചന കൂടി നമുക്ക് വായിക്കാൻ പറ്റും. എന്തായാലും അമിത് എന്ന് പറയുന്ന അമിതാവേശിയായ ചെറുപ്പക്കാരൻ ജയിലിലാവുന്നതാണ് ഷിനിലാൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു. ജയിലിൻ്റെ വിശദാംശങ്ങളിലേക്ക് ക്രമേണ അയാൾ ആദ്യ ദിനങ്ങളിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റില്ലല്ലോ. ഇയാൾ അപ്രതീക്ഷിതമായി ചെന്നുപെട്ട ഇടം മെല്ലെ മെല്ലെ അയാൾ പൊരുത്തപ്പെടുന്നു. അദ്ദേഹം പൊരുത്തപ്പെടുന്നു എന്ന് മാത്രമല്ല, ഇദ്ദേഹം ജയിലിലായപ്പോൾ ഞെട്ടിപ്പോയ ഭാര്യ ദയ, അവളും ക്രമേണ
ഭർത്താവ് ജയിലിലാണ് എന്നുള്ള ഒരു ബോധ്യപ്പെടലെത്തിത്തീരുന്നു. അങ്ങനെ ഒന്നുണ്ട്. മനുഷ്യൻ ഏത് പ്രതിസന്ധിപ്പെട്ടാലും അവൻ ക്രമേണ അതുമായി പൊരുത്തപ്പെടും. ഒപ്പമുള്ളവരൊരു പ്രതിസന്ധിപ്പെട്ടാലും അല്ലെങ്കിൽ എങ്ങനെ ഉള്ള അവസ്ഥയിൽപ്പെട്ടാലും ക്രമേണ ആ അവസ്ഥയുമായി പൊരുത്തപ്പെടാനുള്ളൊരു മനുഷ്യൻ്റെ ജൈവിക വാസനയുണ്ട്. അതും ഈ നോവലിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും മെല്ലെ മെല്ലെ അതുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെ ജയിൽ ജീവിതം നയിച്ചതിന് ശേഷം ഒടുവിൽ പുറത്തു വരുന്ന പുതിയ മനുഷ്യനായി പുറത്തു വരുന്ന അമിത്തിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ അനുഭവങ്ങളില്ലാത്തൊരു മനുഷ്യൻ യഥാർത്ഥ വസ്തുതകളും ജീവിതവും എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഉണ്ടാകുന്നൊരു വെളിച്ചം ലോക്കപ്പ് എന്ന നോവലിലൂടെ പറയുന്ന ഒന്ന്. 2, നിയമവ്യവസ്ഥയോടും ഭരണകൂടത്തോടും ഏറ്റുമുട്ടാൻ പോയാലോ ഒരു തമാശാരൂപത്തിൽ അതിനെ സമീപിക്കാൻ പോയാലോ ഉണ്ടാകുന്ന അപകടം അതെത്രമാത്രം ഭീതിതമാണ് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു വസ്തുത ഈ നോവലിനകത്ത് നമുക്ക് തീർച്ചയായിട്ടും കാണാൻ കഴിയും. ഈ നോവലിൻ്റെ മറ്റൊരു സവിശേഷത, ഒന്നാമത് വളരെ സുഗമമായി വായിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഭാഷയാണ്. വിഷയത്തിന് ചേരുന്ന ഭാഷ തിരഞ്ഞെടുക്കുന്നതിന് ഷിനിലാലിൻ്റെ കഴിവ് അപാരമാണ്. ഷിനിലാലിൻ്റെ അടി എന്ന നോവൽ, അത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട് പ്രാദേശിക മനുഷ്യരുടെയും അരികുവൽക്കരിച്ച മനുഷ്യരുടെയും ഒക്കെ ഭാഷയെ അതിൻ്റെ ശക്തിയോടുകൂടി അവതരിപ്പിക്കാൻ ആ നോവലിൽ സാധിച്ചിട്ടുണ്ട്. 2 എന്ന നോവൽ കുറേ കൂടി പഴയൊരു കാലം, തിരുവിതാംകൂറിലെ പഴയ കാലത്തെ മനുഷ്യരുടെ ജീവിതവും ഭാഷയും ഒക്കെ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള പല സവിശേഷതകളിൽ ഒന്നാണ് അത്തരം സവിശേഷത. അങ്ങനെ ഓരോ കൃതിക്കും ആവശ്യമുള്ള ഭാഷ തിരഞ്ഞെടുക്കാൻ, ആവശ്യമുള്ള വാക്കുകൾ കണ്ടെത്താനൊക്കെയുള്ള കഴിവ് ഈ എഴുത്തുകാരന് പ്രത്യേകമായിട്ടുണ്ട്. വളരെ വേഗത്തിൽ വായിച്ചു പോകാൻ സാധിക്കുന്ന, ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ കഴിയുന്ന ചെറിയ നോവലാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ലോക്കപ്പ്. 210 രൂപയാണ് വില. ചെറിയ വിലയും ചെറിയ നോവലുമാണെങ്കിലും അതിനകത്ത് വലിയ ഒരു സന്ദേശം എന്ന് പറയുന്നത് ചില നമ്മളെ തിരിച്ചറിവിലേക്ക് നയിക്കുന്ന, നമ്മുടെ ബോധതലത്തിലും ഉത്ബോധതലത്തിലും സ്പർശിക്കുന്ന ചില തിരിച്ചറിവുകൾ കൂടി നമുക്ക് തരുന്ന നോവലാണ്. നോവലിനും എഴുത്തുകാരനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.